ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമാണെന്ന് വിചാരിക്കണം. അൽഹംദുലില്ലാ, ഞങ്ങളും റാഹത്തായിട്ട് പോകണം. അങ്ങനെ അൽഹംദുലില്ലാ 20ാമത്തെ നോമ്പും തുറന്നു. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള നോമ്പും കൂടി നോക്കാനുള്ള ആഫിയത്തും ആരോഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് 20ാമത്തെ നോമ്പിന് ഞങ്ങൾ തുറക്കാനുണ്ടാക്കി കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇട്ടത് കേട്ടോ. അപ്പം അത് എന്തൊക്കെയാണെന്ന് കണ്ടുനോക്കാം. അപ്പം ഇന്ന് കാക്കൊന്നുമില്ല കേട്ടോ നോമ്പ് തുറക്കാൻ. ആദ്യം തന്നെ പറയാണ്, ചില ദിവസങ്ങൾ മാത്രമേ കാക്ക ഇവിടെ ഉണ്ടാവരുള്ളൂ. അപ്പം ഞാനും ഈ മക്കളും തന്നെ ഉള്ളൂ. അപ്പോൾ അതാന്ന് ഞങ്ങൾ കുറച്ച് തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ച്. കാക്കുവിന് വലിയ ഇഷ്ടമൊന്നുമില്ല തേങ്ങാച്ചോറ്. അപ്പം പറഞ്ഞ് നമ്മൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അപ്പോൾ നമുക്കിന്ന് തേങ്ങാച്ചോറൊക്കെ മിനിയാണ്. അപ്പം ഇന്ന് തേങ്ങാച്ചോറ് വെക്കുകയാണ്. പിന്നെ ബീഫ് കിട്ടീനപ്പോൾ ഞാൻ ബീഫ് കുറച്ച് കറിയാക്കി ഇങ്ങോട്ട് ബീഫും വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ബീഫ് അടുപ്പത്ത് വെച്ച് കൊടുക്കണം. അസർ നിസ്കരിച്ചതിന് ശേഷമാണ് ഞാൻ കിച്ചണിക്ക് എത്തിയത്. അപ്പോൾ അങ്ങനെയൊക്കെ മതിയല്ലോ, കാരണം പത്തിരിയും കാര്യമൊന്നും ഉണ്ടാക്കണില്ല. പിന്നെ കുറച്ച് ദിവസമായിട്ട് സ്നാക്കൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ. സ്നാക്ക് എന്താ ഉണ്ടാക്കാത്തതെന്ന് ചോദിച്ചാൽ ഉമ്മാക്ക് തീരെ കഴിക്കാൻ ഒന്നും പറ്റൂല കേട്ടോ. പിന്നെ എന്താ പറഞ്ഞാൽ എനിക്കാണെങ്കിൽ ഭയങ്കര മടിയും. ഏതായാലും ഉമ്മാക്ക് ഇഷ്ടം, ഉമ്മാക്ക് ഇനിയും അതൊക്കെ ഇഷ്ടമല്ല, എല്ലാ ഐറ്റംസ് കടികളും കാര്യമൊക്കെ. അപ്പോൾ ഉമ്മാക്ക് പറ്റാത്തതുകൊണ്ട് പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉമ്മ എല്ലാം കഴിക്കും. അപ്പോൾ ഉണ്ടാക്കാക്കൽ ഏറ്റവും നല്ലതെന്ന് ഞാൻ വിചാരിക്കും. പിന്നെ നമുക്ക് മടിയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കടിയും കറിയൊക്കെ പോരാൻ മാറി. പിന്നെ അപ്പോൾ നമ്മൾ ജ്യൂസും കാര്യം ഫ്രൂട്ട്സൊക്കെ ഡെയിലി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ സാധനത്തിൻ്റെ ഒരു ആവശ്യമൊന്നും വയറിനുണ്ടാവില്ലല്ലോ. അപ്പോൾ അതൊക്കെ മതി, ആവശ്യത്തിന് ഉണ്ടാക്കണ്ടല്ലോ. അപ്പം ഞാൻ അത്രയൊക്കെ മതിയാക്കൽ അങ്ങനെ വിചാരിക്കലാണ്. പിന്നെ നമുക്ക് ഈ നിസ്കാരവും കാര്യമൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്നും ഇബാദത്തൊന്നും ചെയ്യാൻ പറ്റില്ല, വയറ് കൂടുതൽ ഫുള്ളായി കഴിഞ്ഞാൽ. അപ്പോൾ അത്യാവശ്യത്തിനില്ലൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ അവസ്ഥകൾ കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ മോക്ക് എന്താ വെച്ചാൽ തേങ്ങാച്ചോറ് ഓക്കും ഇഷ്ടമല്ല, സുട്ടും കഴിക്കൂല. അപ്പോൾ സുട്ടൂരും നിലത്തെ തലേ ദിവസത്തെ കുറച്ച് പത്തിരിയും കാര്യമൊക്കെ ഉണ്ട്. മോക്ക് ഞാൻ കുറച്ച് അപ്പം ഒരു 5-6 അപ്പം ചുട്ടെടുക്കുന്നുണ്ട്. അപ്പം ബീഫ് അടുപ്പത്ത് വെച്ച് വേവിച്ചതിന് ശേഷം അപ്പം ചുട്ടെടുക്കുക. അങ്ങനെ അപ്പമൊക്കെ ചുട്ടെടുത്തതിന് ശേഷം ഞാനിതാ തേങ്ങാച്ചോറിനില്ല അരി അടുപ്പത്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വേവണ അരി കൊണ്ടാണ് ഞാൻ തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ നല്ല മായവും കാര്യമൊക്കെ ഉണ്ടാവുമല്ലോ. The wind hums songs at the break of day.
whisper truths as they flow down. And their songs entwine with the trees that stand, knotted in time by nature's hand. Each echoing step on the forest floor opens a world through an ancient door. The silence alive, yet brimming with sound. അങ്ങനെ ഇതാ തേങ്ങാച്ചോറൊക്കെ വന്നിട്ട് ഞങ്ങൾ പള്ളിയിൽ പോയി വന്നതിൻ്റെ ശേഷം കേട്ടോ, ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി തറാവീന് പോകലുണ്ട് പള്ളിക്കൊക്കെ പോയി വന്നതിൻ്റെ ശേഷമാണ് ഞാൻ തേങ്ങാച്ചോറ് വെച്ചത് നോക്കണത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ അപ്പവും ചായയൊക്കെ കുടിച്ചു, എന്നിട്ടാണ് തുറക്കാൻ പോയത്. പിന്നെ ഫ്രൂട്ടും കാര്യമൊക്കെ ഉണ്ട്. എന്നെയും ജ്യൂസ് അടിച്ചിട്ടില്ല കേട്ടോ, ജ്യൂസ് അടിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിന്. അപ്പോൾ അതൊക്കെ കഴിച്ചും കണ്ട് ഞങ്ങൾ പള്ളിയിൽ പോയി വന്നതിൻ്റെ ശേഷമാണ് തേങ്ങാച്ചോറ് കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.